ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഫോർട്ട് കൊച്ചി പോയിരുന്നു. ഫോർട്ട് കൊച്ചി പോയപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. അതിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കരോൾ കാണുന്നത്. പൊതുവെ ക്രിസ്മസ് ദിവസത്തിലെല്ലാം ക്രിസ്മസിന് തലേദിവസം എല്ലാം നമ്മൾ പണ്ടൊക്കെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നാട്ടിലെ ആഘോഷത്തിൽ പങ്കുചേരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ പോയപ്പോഴാണ് ഈ ഒരു കരോളിൻ്റെ ഒരു സംഭവം ഞാൻ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ കൊല്ലമൊക്കെ നാട്ടിലായിരുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യം നാട്ടിലല്ല, നാട്ടിൽ പോകുന്നുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ക്രിസ്മസിന് പോകുന്നുണ്ട്. പക്ഷേ ക്രിസ്മസ് ആഘോഷത്തിനായിട്ടല്ല പോകുന്നത്, ലീവ് കിട്ടിയപ്പോൾ അങ്ങനെ പോകുന്നതാണ്. പക്ഷെ എന്തായാലും ഫോർട്ട് കൊച്ചിയിൽ എനിക്ക് ഈ ഒരു കരോൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നാട്ടിലെ ഓർമ്മകൾ തിരിച്ചു കിട്ടി. അത് മാത്രമല്ല, അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ വരുന്ന ഡിസംബർ 23 നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കർട്ടൺ റൈസർ ആരംഭിക്കുന്നുണ്ട്. അതായത് ആദ്യമേ ക്രിസ്മസ് ട്രീനെ തൂക്കിയ നക്ഷത്രത്തിൻ്റെ കർട്ടൺ റൈസർ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുശേഷം 25 ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ് ഓഫ് സെറമണി. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കത് കാണാൻ സാധിക്കില്ല. അതിനുശേഷം പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് നമ്മളെന്തായാലും ഈ ഒരു സംഭവം നമ്മൾ ഷൂട്ട് ചെയ്യും. നല്ലൊരു രസമാണ് കാഴ്ച. ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആണ്. ഈ പ്രാവശ്യം ഏത് കളറാണ് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എനിക്കിങ്ങനെ കരോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. കുറച്ച് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റി. എൻ്റെ പഴയ ചാനൽ പോയി. നിലവിൽ ഇനി മുതൽ ഈ ഒരു ചാനലിലായിരിക്കും പുതിയ ചാനലിലായിരിക്കും വീഡിയോസ് ഇടുക. SPG ബ്ലോഗ് 123 എന്ന് പറയുന്ന ചാനലിലാണ് നമ്മൾ വീഡിയോസ് ഇടാൻ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വേളി ഗ്രൗണ്ടാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മുടെ 23 ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് ഓഫ് സെറമണി, അതായത് കർട്ടൺ റൈസർ തുടങ്ങുന്നത്. അതിനുശേഷം മെയിൻ ക്രിസ്മസ് ട്രീ സ്വിച്ച് ഓൺ കർമ്മം തുടങ്ങുന്നത് ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്ന്. അതിനുശേഷം 1 വരെ ആഘോഷങ്ങൾ ഈ പറയുന്ന ഫോർട്ട് കൊച്ചിയിലുണ്ട്. അതിൻ്റെ മാക്സിമം ഇവൻറ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ എറണാകുളത്ത് വന്നിട്ട് ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം. ഇനിയും ഇതുപോലെ ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയുള്ളൂ ഈ പറയുന്ന ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അന്നല്ലെങ്കിലും ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. എന്താ പറയുക, സർവേശ്വരനോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. ഈ ഒരു ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ